കെ കുഞ്ഞാലിക്കുട്ടി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നതായിരുന്നു ഇന്നലെ തന്നെ കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രതികരണം. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായം ഉള്ളൂ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റേ കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാനോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. യെസ്, ഇതായിരുന്നു കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇപ്പോഴിതാ അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉയർത്തിയ വിമർശനങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നത് ആ അറബിക്കടൽ ആണ്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ ഒഴുക്കും എന്നുള്ളതാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷം ചോദിക്കുന്നത് അറബിക്കടലിലെ വെള്ളം വറ്റിപ്പോയോ എന്നതാണ്. അതുമാത്രവുമല്ല, ലീഗിൻ്റെ രാജ്യസഭ MP തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. അവിടെ കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടിയാണ് നൽകുന്നത്. PM ശ്രീ പദ്ധതിയിൽ ചേരണമെന്ന ഒരു നിർബന്ധവുമില്ല, ചേരാതിരിക്കാം, പിൻവാങ്ങാം. പക്ഷേ കേന്ദ്രം നൽകുന്ന ഫണ്ട് അത് ലഭിക്കണമെങ്കിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകണം. അതിലാർക്കും തർക്കമുള്ള കാര്യമൊന്നുമല്ല. അവിടെയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കണം, ആ ഫണ്ട് സ്വീകരിക്കേണ്ടതില്ല, അതിൻ്റെ മറവിൽ കാവ്യവൽക്കരണമാണ് നടക്കുന്നത് എന്നൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ കേന്ദ്രം വേണമെങ്കിൽ ചേർന്നാൽ മതി എന്നുകൂടി പറയുമ്പോൾ ഇതുവരെ പറഞ്ഞിരുന്ന ന്യായം, അതായത് PM ശ്രീയിൽ ഒപ്പിട്ടുപോയി, ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ ഇല്ലാതാവുകയല്ലേ? ഇടതുപക്ഷം നേരത്തെ പറഞ്ഞത് എന്താണോ അത് ശരിവെക്കുന്ന തരത്തിലാണല്ലോ കേന്ദ്ര സർക്കാരും പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം ഭരണത്തിലേറുന്നതിന് മുൻപ് പറഞ്ഞതെല്ലാം ലീഗിനെ തിരിച്ചു കൊത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഭരണത്തിലേറിയപ്പോഴാണ് ഈ ഫണ്ട് ഇല്ലെങ്കിൽ അത് എത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന യാഥാർത്ഥ്യം ലീഗ് തിരിച്ചറിഞ്ഞതെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ലീഗിലെ ഒരു വിഭാഗം ഈ PM ശ്രീയുടെ ഫണ്ട് അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല, അത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമം വേണമെന്ന് പറയുമ്പോഴും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, PM ശ്രീക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ ആയുധമാക്കുകയും അത് ഇടതുപക്ഷം അത് എടുത്ത് ലീഗിനെതിരെ വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ലീഗിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ നയങ്ങളിൽ ഉറച്ചു നിന്ന ചരിത്രമാണ്. പക്ഷേ ഈ PM ശ്രീയുടെ കാര്യത്തിൽ അവർക്ക് അതെല്ലാം മാറ്റേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് അതിനോട് അതൃപ്തി ഉണ്ടെങ്കിലും ഭരണപരമായിട്ടുള്ള പ്രായോഗികത മുന്നിൽ കണ്ട് ഒരുപക്ഷെ അതിന് വഴങ്ങി കൊടുക്കുന്ന സാഹചര്യം വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്പസമയം മുമ്പ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരിച്ചത്, രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം സമവായത്തിലേക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാണ്. അതായത് UDFനുള്ളിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് സ്പീക്കർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ലീഗിൻ്റെ അഭിപ്രായം അത് തീർച്ചയായിട്ടും PM ശ്രീക്ക് എതിരായിട്ടുള്ള ഒരു പരസ്യ നിലപാട് മുമ്പ് സ്വീകരിച്ചതിന് അടിസ്ഥാനത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ UDFന്റെ ഭാഗമായിട്ട് ഭരണത്തിലേറുമ്പോൾ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത അത് എത്രത്തോളം സ്കൂളുകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉള്ളതിനാൽ മുൻപ് പറഞ്ഞ ആദ്യ നയങ്ങൾ പിടിച്ച് നിലനിൽക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ലീഗിന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഗിനുള്ളിൽ ഇത് വലിയൊരു തർക്കത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ലീഗിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രായോഗികത മുൻനിർത്തി PM ശ്രീ നടപ്പാക്കണമെന്നും സിലബസിനെ തൊടാൻ സമ്മതിക്കാത്ത രീതിയിൽ അത് നടപ്പാക്കണമെന്നും ഒരു വിഭാഗം ശക്തമായിട്ട് വാദിക്കുമ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന കടുത്ത നിലപാടാണ് ലീഗിലെ മറ്റൊരു വിഭാഗം സ്വീകരിക്കുന്നത്. എന്നാണെങ്കിലും UDFൽ കോൺഗ്രസിനും ലീഗിനും ഇടയിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അഭിലാഷ്. യെസ്, അതാണ്. അതായത് ഡാൻ, ഈ അനുമോദ് പറയുന്നതനുസരിച്ചാണ് എങ്കിൽ കോൺഗ്രസിനിടയിലും ലീഗിനിടയിലും ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ സ്വരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഒരു പരിധിവരെയെങ്കിലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഫണ്ട് ലഭിക്കുന്ന
നീക്കത്തെ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കെ.സി. വേണുഗോപാലിനെ പോലെയുള്ളവർ വളരെ കൃത്യമായി പറഞ്ഞു ഇത് ഇത്തരം PM ശ്രീ പദ്ധതിയുമായൊന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.